എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓൺലൈനിൽ നമ്മുടെ പുതിയ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ റിവ്യൂ വീഡിയോസ് ഇരുന്ന് കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സുസുക്കി ശരിക്കും ഞാൻ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. കാരണം ഞാനത് ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു. കാരണം സേഫ്റ്റി ഇല്ല, ജസ്റ്റ് ഏറ്റവും വില കുറഞ്ഞൊരു കാർ എന്ന് പറഞ്ഞ രീതിയിലാണ്. പക്ഷേ ഹോട്ട് സെല്ലിങ് ബ്രാൻഡാണ് കേട്ടോ. സുസുക്കിയുടെയാണ് ഏറ്റവും കൂടുതൽ കാർ. എനിക്ക് തോന്നുന്നു കുറേ സെല്ലിങ് നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, സേഫ്റ്റി ഇല്ലെങ്കിലും. പക്ഷേ എനിക്ക് കാറ് വാങ്ങുമ്പോൾ സേഫ്റ്റി ഭയങ്കര ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു. സോ ഇന്ന് പുതിയ കാർ ഹണ്ട് സീരീസിൻ്റെ പുതിയ വ്ളോഗാണ്. കാർ ഹണ്ട് വ്ളോഗ് വീഡിയോസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വരുന്ന മാസങ്ങളിൽ ഒരു കാറ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ എടുക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കാറിനെ കുറിച്ച് മനസ്സിലാക്കാനും കാറിൻ്റെ കാര്യങ്ങൾ അറിയാനും എന്നെ തന്നെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന വ്ളോഗുകൾ ചെയ്ത് നിങ്ങളെയും കൂടിയും എൻ്റെ പൊന്നെ നിങ്ങൾക്ക് കൂടി വീഡിയോസായിട്ട് ചെയ്തിടുന്ന ഒരു സീരീസാണ് കാർ ഹണ്ട് എന്ന് പറയുന്നത്. പുതിയ കാറും ഫസ്റ്റ് ഹാൻഡ് കാറും സെക്കൻഡ് ഹാൻഡ് കാറുകളും എല്ലാം നോക്കുന്നൊരിതാണ്. സെക്കൻഡ് ഹാൻഡ് കാർ എന്തായാലും ഞാനിപ്പോൾ നോക്കില്ല. അത് ഏതാ പ്ലാൻ അനുസരിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് നേരിട്ട് പോയി വാങ്ങുള്ളൂ. കാരണം ഇപ്പോൾ വീഡിയോ ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും വാങ്ങാൻ പറ്റുന്നില്ല. വരുന്ന മാസങ്ങളിലാണ് നമ്മൾ വാങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വീഡിയോസ് എന്തായാലും കുറവായിരിക്കും, വരില്ല ഈ ചാനൽ സെക്കൻഡ് ഹാൻഡ് ചാനലിൽ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യാന്നുള്ളത്. പക്ഷേ 1-2 വട്ടം ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അതിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മുടെ തൃശ്ശൂരോ എവിടെയാണ് ഷോപ്പ് വരുന്നത്, ഒരു ഷോറൂമിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻക്വയറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ആക്ച്വലി ഇന്ന് ഏതൊരു സിനിമാ നടിയാണോ സീരിയൽ നടിയാണോ ആരോ വന്നിട്ട് പുതിയ സ്വിഫ്റ്റ് ഡിസയർ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണ് ലോഞ്ചിങ് ഇവൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രോ വരുന്നുണ്ടെങ്കിൽ വായു നമുക്ക് കാറ് കാണാമെന്നൊക്കെ പറഞ്ഞു. ലോഞ്ച് ഇവൻറ്റിനൊന്നും വിളിച്ചല്ല കേട്ടോ. ഞാൻ കാറ് കാണാനുള്ള ആഗ്രഹവുമായി ലോഞ്ച് ചെയ്ത് എപ്പോഴാണോ പെട്ടെന്ന് തന്നെ പോയി കാണണമെന്ന്. കാരണം ഇന്നലെ സത്യം പറയുകയാണെങ്കിൽ ബൈജു നായരുടെ വീഡിയോ കേട്ടോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അതിലൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്തതും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതെന്തായാലും വരുന്ന ഇതിൽ പറയാം. സോ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ബാഗി ജീൻസും അനിയൻ്റെ ടീഷർട്ട് എടുത്തിട്ട് നമ്മൾ പോവുകയാണ് തൃശ്ശൂരാണ് മർത്താക്കര. എവിടെയാണ് ഷോറൂം എനിക്ക് അറിയില്ല, ലൊക്കേഷൻ ഇട്ട് നോക്കി നോക്കണം. നമുക്ക് 100 എടുത്തിട്ട് നേരെ തൃശ്ശൂർക്ക് പോകാൻ കഴിച്ചു. നമ്മുടെ തലൂര് മർത്താക്കര അവിടെ ഇല്ല കേട്ടോ, തൃശ്ശൂർ തന്നെയാണ് അതിൻ്റെ ഷോറൂം വരുന്നത്. നിങ്ങളത് ആലോചിക്കുക. ഞാൻ ആക്ച്വലി ഈ സംഭവം റോയൽ എൻഫീൽഡിൻ്റെ മാത്രമായിട്ടോ ഞാനിങ്ങനെ പുതിയ ഹണ്ടർ തന്നെയാണ് പോയത്. പുതിയ വണ്ടിയുടെ ലോഞ്ചിന് ഞാൻ പോകാറുള്ളൂ. റോയൽ എൻഫീൽഡ് പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ ഇവല്യൂഷൻ സംഭവിച്ച് കാറിൻ്റെ ലോഞ്ചിനൊക്കെ ഞാൻ പോയി തുടങ്ങിക്കുക. എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിക്കണതെന്ന്. കാരണം ഇതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കാറിൻ്റെ ലോഞ്ചിന് പോണത്? ഞാൻ ആദ്യമായിട്ടാണ് കാറിൻ്റെ ലോഞ്ചിന് പോണത്. ഞാൻ ഇതുവരെ ആകെ കൂടി പോയിട്ടുള്ള ലോഞ്ച് നമ്മുടെ റോയൽ എൻഫീൽഡ്. അത് ഞാൻ ഈ ഹണ്ടർ ബൈക്ക് എടുത്ത കാരണമാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അതിനും പോയില്ല. ഇപ്പൊ കാർ എടുക്കാൻ പോണ കാരണം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഞാനിപ്പോൾ പോണത് 5 മണി സമയത്താട്ടോ. ഈവനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട് ഇവിടെ. പിള്ളേരുകൾ സ്കൂൾ വിട്ടിട്ട് ഓഫീസ് ടൈം അല്ലേ, എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് വണ്ടി എടുത്തിട്ട്. എന്തായാലും നോക്കി നോക്കട്ടെ കേട്ടോ, മാപ്പ് ഇട്ടിട്ട് നോക്കി നോക്കണം. എനിക്ക് ലൊക്കേഷനെ വലിയ പരിചയമില്ല, ഞാൻ മാപ്പിൽ നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല. ഈ വഴി കൂടെ ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടത്. ഞാൻ എന്തായാലും മാപ്പ് ഇട്ടിട്ടൊന്ന് നോക്കിയിട്ടൊന്ന് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഹലോ നമസ്കാരം, ഞാൻ പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, പുറത്തുണ്ട്. ഓക്കെ, ഞാനിങ്ങോട്ട് വരാൻ വിളിച്ചപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആളൊന്ന് വിളിച്ചതാണ്. ആളുടെ സുഹൈബോ എന്തോ പേര് പറഞ്ഞിട്ടാന്ന് തോന്നിട്ട് ആളുടെ ഇത് പറഞ്ഞത്. ആൾ വിളിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ സുസുക്കിയുടെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സുസുക്കി ഓണേഴ്സ് ഉണ്ട്. മറ്റേ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ ഈ സാധനം, അൺവീലിങ് ചെയ്യുന്ന പോലെ അല്ല. വേറെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് കഴിച്ച് സീൻ. ഓക്കെ, സ്വിഫ്റ്റിൻ്റെ ബ്ലിറ്റ്സ് എഡിഷൻ ഉണ്ട്. ബ്ലിറ്റ്സ് എഡിഷൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് അവിടെ. സ്വിഫ്റ്റ് ബ്ലിറ്റ്സ് എഡിഷൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. അതുപോലെ തന്നെ വാഗണറിൻ്റെ വാട്ട്സ് എഡിഷനോ എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. സ്വിഫ്റ്റ് ഡിസയർ ലോഞ്ച് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കതിൻ്റെ റിവ്യൂ ഞാൻ വീഡിയോ കണ്ടു. എനിക്കത് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വന്നു കേട്ടോ, ഇവിടെ നടത്തിയ ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ കണ്ടത്.
എന്തോ വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവട്ടെ ഇങ്ങനത്തെ ഓരോ എഡിഷനും കാര്യങ്ങളും. ഇത് 1 2 3 4 5 ഇത് മാനുവലാണ് ഗൈസ്. മറ്റേ ഇതല്ല ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. ഗിയർ മാറ്റണം, നമ്മളെല്ലാം ഗിയർ മാറ്റണം കേട്ടോ. വാഗണാർ ഡാഡി ഇതിൻ്റെ കാര്യം പറയണ്ടായിരുന്നു കേട്ടോ. വാഗണാർ എടുക്കണതിൻ്റെ കാര്യം പറയണ്ടായിരുന്നു. വാഗണാർ എടുക്കണമെന്ന്. ഇത് സ്വിഫ്റ്റ് ബ്ലിറ്റ്സ് എഡിഷൻ. ഇതിനെന്താ എഡിഷൻ പ്രത്യേകതയുള്ള എന്താ ലൈക്ക് അഡീഷണൽ ഫിറ്റിങ്സ് വരും അല്ലേ? ഓക്കെ അത് അടിയിലത്തെ ഇതും കാര്യങ്ങളൊക്കെ അല്ലേ? ഓ ശരിയാട്ടാ. ഇത് താഴത്തെ ഇതൊക്കെ ഫിറ്റിങ്സ്, എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. അത് MVD പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ ഇല്ലേ കമ്പനിയിൽ വരണത്? അപ്പോൾ കുഴപ്പമില്ല. ഇത് കൊള്ളാണ്ടാ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. എന്തായാലും ലോഞ്ചും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പുതിയ ഇത് കാണാണ്ട, പുതിയ വണ്ടിയുടെ ഇത് കാണാം. നിറച്ച ആൾക്കാർ കഴിച്ചു. എനിക്ക് ചമ്മൽ പോലെ സൈഡിൽ ഞാൻ മാറിക്കണ്ടതേ. അവരെല്ലാവരും മുന്നിലാണ്, ഞാൻ തൊട്ട് ബാക്കിൽ സൈഡിൽ നിൽക്കണം. എനിക്ക് അങ്ങോട്ട് കയറാനൊരു ചമ്മൽ. എന്തായാലും അതൊന്ന് അൺവീൽ ചെയ്തിരുന്ന് കാണണം. ഡിസയർ കിട്ടില്ല വണ്ടിയുടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ. അല്ല, ഞാൻ ആക്ച്വലി ട്രാവലിംഗ് ആണ്, സൈക്കിളിൽ ട്രാവൽ ചെയ്തിട്ട് അങ്ങനത്തെ വ്ളോഗാ. ഇപ്പോൾ ഒരു കാറ് ഗൈസ് അവിടെ ഇത് നടക്കട്ടെ കേട്ടോ. ഞാനെന്തിനാ അൺവീലിങ് അത് കാത്തുക്കളത്, അത് വരണവരെന്തിനും ഞാനവിടെ കാത്തുക്കള. ഞാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞ് ഇത് ഇവിടെ പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ സാധനം ശ്രദ്ധിച്ചില്ല കേട്ടോ. റെഡ് കളറ് ഇത് എനിക്ക് തോന്നുന്നത് മാനുവൽ എന്താണെന്ന് അറിയില്ല. ഓപ്പൺ ചെയ്ത് നോക്കിക്കോന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ആ സംഭവങ്ങൾ നടക്കട്ടെ, അത് കാത്തുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. ഇത് ജസ്റ്റ് സുസുക്കി ഡിസയർ എന്ന് മാത്രമല്ല കേട്ടോ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേരേ ഇല്ല കേട്ടോ. അവിടെ ഉണ്ട് സ്വിഫ്റ്റ് ബ്ലിറ്റ്സ് എഡിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ല കേട്ടോ. ഇതിൻ്റെ ആദ്യം ഫ്രണ്ടിലത്തെ ഭാഗം ഞാൻ ഇവിടെ കണ്ടതൊക്കെ റിവ്യൂവിൽ കണ്ടതൊക്കെ സത്യം നോക്കട്ടെ. ഇതിവിടെ ചെറിയൊരു ഗ്രില്ലിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതുപോലെ വേറെ എന്തൊട്ടൊക്കെയായിരുന്നു കൊള്ളാട്ടെ. എനിക്ക് ഫ്രണ്ട് ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സൈഡിലത്തെ ഭാഗം പക്ക ഒരു ഫാമിലി കാറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാനും ഡാഡിയും അമ്മയും എൻ്റെ എല്ലാവരും കൂടിയിട്ടായിരുന്നു ഇതിൻ്റെ റിവ്യൂ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ബൈജുനാരുടെ റിവ്യൂ വീഡിയോ ആയിരുന്നു കണ്ടിട്ട്. നല്ല സർക്കാസം ഉണ്ടാവും ആൾ പറയണത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ബാക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും അല്ലല്ലേ? ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ എന്താ പറയാൻ എനിക്കറിയില്ല. ഈ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ, സ്വിഫ്റ്റ് ഡിസയർ. ഇത് ഒരു മെറൂൺ റെഡ് കളർ, ആ ഒരു ഷെയ്ഡാണ് ഇത് കിടക്കുന്നത്. അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്, അവിടെ റിവീൽ ചെയ്യാൻ പോണത് ആക്ച്വലി അത് ഇതിൻ്റെ ബ്ലൂ എഡീഷനാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിത് ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. എൻ്റെ മോനെ നൈസ് അടിപൊളി കേട്ടോ, സംഭവം കൊള്ളാം. ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതിപ്പോൾ എന്നെ കൊണ്ടിട്ടുള്ളൂ അല്ലേ? നല്ല തണവുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ടാബ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡോർ അവിടെ ഓപ്പൺ ആണല്ലേ. കീ ഒന്നും ഇല്ലല്ലോ. കീയിൽ എൻജിൻ സ്റ്റാർട്ട് സ്വിച്ച്, താക്കോലുണ്ടല്ലോ. എടുത്ത് പോയാൽ ആരോടും പറയാണ്ട്. ഇത് മാനുവലാണ് കേട്ടോ. അതെ, 5 സ്പീഡ് ഗിയർ ബോക്സ്. ഇത് മാനുവലാണ് ഉള്ളിൽ വരണത്. പിന്നെ ഇവിടെ എന്തിട്ടൊക്കെയാണ് വരണത്, വേറെ പ്രത്യേകതകൾ കൊള്ളാട്ടോ. പക്ക ഒരു ഫാമിലി കാറ്, ആ ഒരു കാറ്റഗറിയിൽ ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നത്, ഞാൻ ഈ 1-2 കാര്യങ്ങൾ മാത്രം എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വന്നതാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എയർ ബാഗാണ്. എയർ ബാഗ് 6 എയർ ബാഗ് കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ സേഫ്റ്റി 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. എത്ര എയർ ബാഗാണെന്നൊന്നും ചോദിച്ചു നോക്കി കേട്ടോ. ഇവിടെ ഇതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ, കോളൊക്കെ എടുക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ. കോളിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഇവിടെ വോളിയം അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ. ഹോൺ അടിക്കും ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ USB മറ്റേ സംഭവം ഉണ്ടാവുമോ, വയർലെസ് ചാർജിങ്ങിൻ്റെ ആ ഒരു സംഭവം ഇവിടെ ഇതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു മിനിറ്റ് ഞാൻ വെച്ച് നോക്കി നോക്കട്ടെ. വണ്ടി ഓൺ ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി ഓൺ ചെയ്താലേ വയർലെസ് ചാർജിങ് ആവുള്ളൂ തോന്നണം. വണ്ടി ഓൺ ചെയ്യണമെന്നുണ്ട്. അവിടെ ഞാൻ നോക്കട്ടെ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാനത് ആ റിവ്യൂവിൽ കണ്ടില്ല. ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് കണ്ടു സേഫ്റ്റിയിൽ. പിന്നെ 6 സംതിങ് ഉണ്ടോ എക്സ്ട്രോറും. അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ കുറച്ചുകൂടി പറഞ്ഞിട്ട് പറയാം. അവിടുത്തെ ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളിലത്തൊന്ന് കഴിയട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കൃത്യമായിട്ട്. ഇവിടെ സൺ റൂഫ് വരുന്നുണ്ട്. ഈ അറ്റത്തേക്ക് ഇല്ല അല്ലേ? അറ്റത്തേക്ക് കണ്ടതപ്പോൾ വേറെ മോഡലാണ് അറ്റത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. ബാക്കിലത്തെ ഇതും ബാക്കിൽ സീറ്റ് ബെൽറ്റും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊള്ളട്ടെ. ഇവിടെ സൺ റൂഫ് ഉണ്ട്. ഇത് ഇവിടം വരെയുള്ള കുഴപ്പമില്ല കേട്ടോ, സംഭവം കുഴപ്പമില്ല. സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നോർമൽ അഡ്ജസ്റ്റ്മെൻ്റൊക്കെയാണ്.
ഞാൻ ഇത്രയും നാൾ കാറ് പോയി കാറ് ലൈക്ക് കാർ ഹണ്ട് സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ, ആ ഒരു പരിചയത്തിലുള്ള ഓരോ കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ മനസ്സിലാക്കണുള്ളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ഡോർ പാനലും കാര്യങ്ങളൊക്കെ വരുന്നത്. ലോക്ക് അൺലോക്ക് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുഷിയനുണ്ടല്ലോ. ഇവിടെ കുഷിയനാണ് കഴിച്ചു. ഇവിടെ ഈ വൈറ്റ് ഷെയ്ഡ് വരുന്ന സീനുണ്ട്. എനിക്ക് വൈറ്റ് സീറ്റും കുറച്ച് പ്രശ്നമാണ്. വൈറ്റ് സീറ്റ് കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം സൈക്കിൾ കൊണ്ടുപോകണം എന്നുള്ളൊരു വലിയൊരു ഉദ്ദേശമുണ്ട് കാറ് വാങ്ങണേൽ കേട്ടോ. ഫാമിലിനെ കൊണ്ടുപോകണേക്കാട്ടും ഉപരി സൈക്കിൾ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ഈ വൈറ്റ് സാധനം ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്ത് ഓഫ് റോഡ് ചെയ്തൊക്കെ പോകുന്ന സമയത്ത് ഈ വൈറ്റ് സീറ്റും വൈറ്റ് ഇതും കുറച്ച് പണിയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ സബ് കോമ്പാക്റ്റ് XUV എന്നാണ് SUV എന്നാണ് പറയുക. നമ്മുടെ 3XO ഇല്ലേ, അതൊക്കെ ഏത് കയറ്റി അങ്ങനത്തെ വണ്ടികൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ കാരണം. പക്ഷേ ഇങ്ങനത്തെ വണ്ടി എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരൊറ്റൊരു ദൂഷ്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡിക്കി ഓപ്പൺ ചെയ്യണോ? വേണ്ട, ഡിക്കി ഓപ്പൺ ചെയ്യണ്ട. അവിടെ ചിലപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ പണിയാവും. ചിലപ്പോൾ ഇങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഞാൻ ചിലപ്പോൾ ചില സമയത്ത് വിചാരിക്കാറുണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ് ഒരു പരിചയമില്ലാത്ത ഡ്രൈവിങ് അറിയാത്ത ആൾക്കാർക്കൊക്കെ ഡ്രൈവിങ് ചെയ്യാൻ കൊടുക്കണം എന്നുള്ളത്. ഫ്രണ്ട് സീറ്റ് കുഴപ്പമില്ല. ബാക്കിൽ എന്തൊക്കെയുള്ളത് നോക്കി നോക്കട്ടെ കേട്ടോ. ബാക്കിൽ കയറി ഇരുന്നിട്ട് എൻ്റെ പൊന്നെ, ഇതെന്നിട്ടത് വലിയവരുടെ സാധനങ്ങളാണോ? അല്ല, ഡിസയർ ZXi+ ആണ് കേട്ടോ. പോളി ബാഗ്. ഇത് എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ അത്യാവശ്യത്തിന് ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ബാക്കിലേക്കാണ് ഞാൻ ഈ സീറ്റ് തള്ളിയിട്ടിരിക്കുന്നത് കേട്ടോ. ഈ സാധനം തള്ളിയിട്ടിരിക്കുന്നത് സംഭവം കൊള്ളാം. ഈ പ്ലാസ്റ്റിക് കവർ ഇരിക്കണ കാരണം എന്തൊരു അസ്വസ്ഥത പോലെ കേട്ടോ. ഈ പ്ലാസ്റ്റിക് കവറുള്ള കാരണം ഇവിടെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ തണവ് വരുന്നുണ്ട്. AC വെൻറ്റ്. ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ചാർജിങ് പോർട്ടാണോ? നോക്കിയേ, ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ 2 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വെള്ളം കുപ്പിയും വാട്ടർ ബോട്ടിലിൻ്റെ സ്പേസ് ഉണ്ട്. പിന്നെ വിൻഡോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ദൂഷ്യം പറഞ്ഞത്, എനിക്ക് ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നത് ഇതിൻ്റെ സീറ്റാണ് കേട്ടോ. കണ്ട, ഇതാണ് ഞാൻ ഇങ്ങനത്തെ കാറുകൾ കേട്ടോ, ഇങ്ങനത്തെ ടൈപ്പ് കാറുകൾ ഞാൻ എടുക്കാത്തതിൻ്റെ മെയിൻ ദൂഷ്യം. എനിക്ക് ലൈക്ക് ഞാൻ ഇതുവരെ ഇപ്പോൾ 3-4 എപ്പിസോഡായിട്ടുണ്ട് കേട്ടോ ഞാൻ കാർ ഹണ്ട് സീരീസ് തുടങ്ങിയിട്ട്. അതിൽ ഇങ്ങനത്തെ കാറുകൾ കാട്ടാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റ് കണ്ടേ, ഈ ബാക്കിലത്തെ സീറ്റ് ആക്ച്വലി മടക്കാൻ പറ്റില്ല കേട്ടോ. ഇതാണ് മെയിൻ പ്രശ്നം. ഈ സാധനം മടക്കി വയ്ക്കാൻ പറ്റില്ല. ഇത് മടക്കി വെച്ചാലാണ് എൻ്റെ ഉപയോഗം, എൻ്റെ ആവശ്യം നടക്കുള്ളൂ കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കാർ എടുക്കുന്നത്. എൻ്റെ ആവശ്യം മെയിനായിട്ട് ആവശ്യം നടക്കണമെങ്കിൽ ഈ സീറ്റ് മടക്കണം കേട്ടോ. അതൊരു പ്രശ്നമാണ് കേട്ടോ. ഈ ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. സേഫ്റ്റി ഓക്കെയാണ്, മൈലേജ് ഓക്കെയാണ്. മൈലേജ് 25 കാഴ്ച പറയണം, 25 പറയുന്നുണ്ട് കേട്ടോ മൈലേജ്. കമ്പനി പറയുന്നുണ്ട് ഒരു 20 മേലെ കിട്ടിയാലും മതി. 20-25 ഹണ്ടറൊക്കെ എനിക്ക് തോന്നുന്നത് 135 എനിക്കറിയില്ല കേട്ടോ. ഞാൻ 28 വരെ നോക്കിയിട്ടുള്ളൂ. 28-30 വരെ കേട്ടോ ഹണ്ടർ ഞാൻ ഓടിക്കുന്ന മോട്ടോർ സൈക്കിളിൽ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് കാറിനൊക്കെ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആൾക്ക് ഒരു ബാക്കിൽ ഡാഡി, അമ്മ, അനിയൻ ബാക്കിൽ അങ്ങനെ ഇരുന്ന് പോകാനൊക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല. ബാക്കിലത്തെ ഡിക്കിയുടെ സ്പേസും തുറക്കണം. ഇവിടെ ഇടുക്കിയില്ലല്ലോ. ഡിക്കിയുടെ സ്പേസും ഭയങ്കര കുറവാണ് കേട്ടോ. ഞാനിതൊന്ന് തുറന്ന് നോക്കി നോക്കട്ടെ. ഇതാ ബാക്കിലത്തെ ബൂട്ട് സ്പേസ് ആക്ച്വലി ഇത്രയ്ക്കേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊന്നും എന്തായാലും സൈക്കിൾ കൊള്ളില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സൈക്കിൾ കൊള്ളില്ല. നമുക്ക് ആ സാധനം മടക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ഓരോരോ റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ. കണ്ട, ബൂട്ട് സ്പേസ് ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൂട്ട് സ്പേസും ഇത്രയേ ഉള്ളൂ അതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളില്ല. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. വില ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട കാറിനെക്കാട്ടും 1 ലക്ഷം 2 ലക്ഷം കുറവാണ്. എൻ്റെ പൊന്നെ പറഞ്ഞു വയർത്ത് 1 ലക്ഷം 2 ലക്ഷം കുറവാണ്. അതുപോലെ തന്നെ നോക്കി ഈ സൈഡിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു സേഫ്റ്റി 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടൊരു കാറ് സുസുക്കി ഇറങ്ങണത് എന്നാണ് വരുന്നത്. ലൈറ്റൊക്കെ നോക്കി, ലൈറ്റൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഓൺ ചെയ്തിട്ട് ഒന്നുകൂടി കാണാൻ പറ്റുമോ നോക്കണം. ഇത് എന്നിട്ടുണ്ടായേ കാണാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. ഇത് കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തേ ഇവിടെ നിന്ന് ചോദിക്കരുത്. ഹണ്ടർ ബൈക്ക് എടുക്കാൻ വന്നപ്പോൾ നീ എന്താ ഇവിടെ ചോദിച്ചു? അല്ലല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ കാർ നോക്കുന്നുണ്ട്.
ഏതാ അതെ അതെ നമ്മൾ ബൈക്ക് റിവീലിൻ്റെ സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു, കാർ റിവീലിൻ്റെ സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു, 2 വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട്? വീൽസ് ആൻഡ് വാഗൺ അല്ലേ? വീൽസ് ആൻഡ് വാഗൺ. പേര് ഞാൻ വിട്ടുപോയി. ഷെഫീഖ് ബ്രോട്ടാ ഇവിടെ വന്നപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ കാറ് അൺവീൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇവിടെ കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ. അതാണ് ആക്ട്രസ് സിനിയാണോ സീരിയലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ചേട്ടൻ്റെ അവിടെ ഞാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആരാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. അയ്യോ ആ ചേട്ടൻ മാറുന്നില്ല കേട്ടോ അവിടെ നിന്ന്. ചേട്ടൻ ഒന്ന് മാറിങ്ങി ഞാൻ മുഖം ഒന്ന് കാട്ടി കൊടുക്കായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും സാധനം ആളാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ ആക്ച്വലി ബ്ലൂ കാറാണ്, ബ്ലൂ ആണ് കേട്ടോ. അതിൻ്റെ സെയിം വേരിയൻ്റ് ഞാൻ ഉണ്ട്, ഏതാണെന്നറിയില്ല. അവിടെ കാറ് അൺവീൽ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാണാം. അതെ ഗൈസ്, ഇതാണ് കേട്ടോ ആൾ വരണത്. ഞാൻ ഒന്നുകൂടി സൂചിയ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോറി എനിക്കറിയില്ല, ഞാൻ സിനിമയും സീരിയലും കാണാറില്ല കേട്ടോ. അതെ അതാണ് ആൾ വരണത്. ആളാണ് ഇത് ഇന്ന് ഇത് അൺവീൽ ചെയ്തത് കേട്ടോ. പുതിയ ഡിസൈർ അതിൻ്റെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കളർ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഗൈസ്. ആ കോയിൻസിഡൻസ് നോക്കണേ. ഷെഫീഖ് ബ്രോ ഞാൻ ഹണ്ടർ ബൈക്ക് നമ്മൾ എടുത്ത സ്ഥലത്ത് തൃശ്ശൂർ ലോഞ്ചിന് പോയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ബൈക്ക് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഹണ്ടർ ബൈക്ക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു കാറിൻ്റെ ലോഞ്ചിന് ആളും ഞാനും വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ദൈവം ഇനിയിപ്പോൾ ഈ കാറായിരിക്കും എടുക്കുക. ആ ഒരു കോയിൻസിഡൻസ് നമ്മൾ 100 എടുക്കുന്ന സമയത്ത് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈക്ലിസ്റ്റിന് എന്താ ഇവിടെ കാര്യം. തമാശയായിട്ടാണ് കേട്ടോ, ലൈക്ക് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, തമാശയായിട്ട്. അപ്പോൾ 100 എന്നിട്ട് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോയിൻസിഡൻസിലി നമ്മൾ വീണ്ടും പുതിയ ഡിസൈർ ഇറങ്ങിയപ്പോഴും ആളെ തന്നെ കണ്ടു കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം. അപ്പോൾ അതാണ് ഇപ്പോൾ അവിടെ കണ്ടത്. ആളെന്താ ഇവിടെ എന്താ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അവിടെ പോകണമെന്നുണ്ട്, പക്ഷേ എല്ലാവരുടെ മുന്നിലും പോയിട്ട് മുന്നിൽ കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ എന്തോ കേക്ക് മുറിക്കലും പരിപാടികളാണ്, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതിൻ്റെ ഓൺലൈൻ പ്രൈസ് അവർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മാനുവലും അതുപോലെ തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ബേസ് മോഡൽ സ്റ്റാർട്ടിങ് വരുന്നത് 9,79,000 കടയാണ് കേട്ടോ. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, അത് പറഞ്ഞിട്ടാണ് ചെയ്യണത്. പിന്നെ 3 മോഡലുണ്ട്. സ്റ്റാർട്ടിങ് 9,79,860, പിന്നെ 11 ലക്ഷം, പിന്നെ 12 ലക്ഷം. ഇത് ഓട്ടോമാറ്റിക് ആകുന്നുണ്ട്. ഓൺലൈൻ വില അല്ല, മാനുവലിന് 8 ലക്ഷമാണ് ഓൺ റോഡ് വരുന്നത്. 8 ലക്ഷം, 9 ലക്ഷം, 10 ലക്ഷം, 11 ലക്ഷം അങ്ങനെയാണ് മാനുവൽ വരുന്നത് കേട്ടോ. എനിക്ക് ആ ഒരു ആളുടെ ആ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ് ഇത് ആക്ച്വലി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫുള്ള് പരിപാടികൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിൻ്റെ ഉള്ളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചേട്ടാ ഗൈസ്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കളറാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഈ കളറാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് സംഭവം കാണാൻ വേണ്ടിയിട്ട്. അടച്ചു ഇല്ല ഗൈസ്, ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടില്ല ഗൈസ്. ആ കാറിൻ്റെ അവിടെ നിറച്ച് തിരക്കാനാട്ടോ. കുറേ ആൾക്കാരുകളുണ്ട് അവിടെ ആളുടെ ഒപ്പം ഫോട്ടോ എടുക്കാനും. നമ്മൾ അതിൻ്റെ ചുളിവിൽ ഈ വണ്ടി കണ്ട് സംതൃപ്തി അണഞ്ഞു കൂട്ടാ. അതെനിക്ക് മതി, ആ വണ്ടി കണ്ടാൽ മതി കേട്ടോ. അത് ഭയങ്കര തിരക്കാണ്, അവിടെ ഭയങ്കര തിരക്കാണ്. നമുക്ക് എന്തായാലും ഈ വണ്ടി കണ്ട് അടിപൊളിയായിരുന്നു. സാധനം കൊള്ളാട്ടോ. അവർ ആക്ച്വലി ഇതാണ് അവിടെ ഇടാമെന്ന് വിചാരിച്ചത്, പക്ഷേ അപ്പോഴേക്ക് കൃത്യസമയത്ത് വന്നത്. ഇനി ആക്ച്വലി അമ്മേനെ പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മയുടെ വർക്ക് കഴിഞ്ഞിട്ട് അമ്മ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. 3-4 വട്ടമായി വിളിക്കണം. ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. പെട്ടിയിൽ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു പെട്ടി തന്നിട്ടുണ്ട് അവർ. ബേക്കറി ഐറ്റംസ് എന്താണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. നമുക്ക് ബൈക്ക് എടുത്തിട്ട് നേരെ MG റോഡ് അമ്മേനെ പിക്ക് ചെയ്യാൻ പോവാം. പുറത്തേക്ക് പോയോ? അമ്മയാണ് വിളിച്ചത് കേട്ടോ. കൃത്യ ടൈമിങ്. ഞാൻ അവിടെ നിൽക്കണ്ടായിരുന്നു. അമ്മ എന്നെ വിളിച്ചതും ഞാൻ അവിടെ വന്നതും കൃത്യസമയത്തായിരുന്നു. കാറിന്റെ വീഡിയോ എടുക്കാൻ പോയി. ക്യാമറ കണ്ടപ്പോ ചമ്മിയില്ലേ? ക്യാമറ കണ്ടപ്പോ ഇപ്പോഴും എത്ര കൊല്ലായി. ബർത്ത്ഡേ അല്ല, അമ്മ ജോലി കഴിഞ്ഞ് വരല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചതാ. കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ് വാങ്ങിയതാ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇത് ഇപ്പൊ അൺബോക്സിങ് വിശക്കണ്ട. ഏതിന്റെ അല്ലല്ല, വാ 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 വായോ. അമ്മയുടെ കൊളീഗ്സ്. നിന്റെ വീഡിയോയിൽ വന്ന ജോലി പോന്ന്, ഒരാളുടെ ജോലി പോയിന്ന് വിചാരിച്ചിട്ട് വായോ. എന്തോ കൗണ്ടർ അലക്കാൻ വേണ്ടിട്ട് വന്നതാ. അത് വേറൊരു തമാശ കേട്ടോ, ജോലി പോയ തമാശ. എന്തായി കിടിലൻ വണ്ടി. അവിടെ നോക്കിയപ്പോ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല.
കാരണം ഞാൻ ഇന്നലെ റിവ്യൂ കണ്ടില്ലേ, നമ്മൾ ഒരുമിച്ചിരുന്ന് റിവ്യൂ കാണുന്നുണ്ടായിരുന്നില്ലേ, ആ വണ്ടി സൂപ്പർ വണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ലോഞ്ച് ഡാഡി പറയണ്ടായിരുന്നത് ലോഞ്ച്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ ഇങ്ങോട്ട് വിളിക്കുന്നു, ആ ബ്രോ വായോ ഇങ്ങോട്ട് വായോ എന്ന് പറയണേ, ഇന്നാണ് ലോഞ്ച്. അപ്പോൾ പിന്നെ ലോഞ്ച് എന്തായാലും പോയി കാണാമല്ലോ എന്ന് വിചാരിച്ച് പോയതാ. അടിപൊളി വണ്ടിയാണ്, നല്ല വണ്ടിയാണ്, നല്ല ഫാമിലി കാറ്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആദ്യമായിട്ട് സുസുക്കി കൊണ്ടുവന്നു, അങ്ങനത്തെ ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ പർപ്പസ് നടക്കില്ല ഇതിൽ, സൈക്കിൾ കയറ്റാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മോഡലാണ് എനിക്ക് ഞാൻ നോക്കണത്, ഇങ്ങനത്തെ ടൈപ്പ് നെക്സോൺ ടൈപ്പ് ഇങ്ങനത്തെ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ബാക്കിൽ സീറ്റ് മടക്കിയിട്ട് സൈക്കിൾ കയറ്റാം. അത് മറ്റേ വേറെ ടൈപ്പ് ഹാച്ച് ബാക്കാ എന്തോ അങ്ങോട്ട് സീറ്റ് മടക്കാൻ പറ്റില്ല, ബാക്കിൽ ചെറിയ ഡിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് മാത്രമേ എൻ്റെ ലൈക്ക് എത്ര ലക്ഷം? അതിന് 10 ലക്ഷത്തിന് താഴെയാ. അവിടെ നിന്ന് എന്തോ കമന്റ് അടിക്കുന്നുണ്ട് കേട്ടോ, ആറ്റത്ത് നിന്ന് എന്തോ കമന്റ് അടിക്കുന്നുണ്ട്, കളിയാക്കണതാ. 10 ലക്ഷത്തിന് താഴെ, 8 ലക്ഷം എത്രയോ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുത്ത് നോക്കിയതോ, വീട്ടിലാരും വീഡിയോ കാണില്ലല്ലോ, ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. പോവാം. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി ഗൈസ്. കുറച്ച് നേരം പുറത്തിറങ്ങുമ്പോഴേക്കും ഭയങ്കര ക്ഷീണം, ഭയങ്കര ചൂടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ജിയോ ഫൈബർ ഇല്ലേ, ശരിയാവും, ജിയോ ഫൈബർ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വൈഫൈ യൂസ് ചെയ്യുന്നത് കേരള വിഷനാണ്. ഇത് ജിയോ ഫൈബറിൻ്റെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് ജിയോ ഫൈബറിൻ്റെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് നല്ല ഓഫറായിട്ട് തോന്നിയിട്ടാണ്. 3 മാസത്തേക്ക് 3182 രൂപ 14 OTT പ്ലാറ്റ്ഫോമുകൾ കിട്ടും. എന്താ ഇതാണ് അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടി അടുപ്പിച്ച് പിടിക്കാം. ഇപ്പോൾ കേരള വിഷൻ ഉപയോഗിക്കുന്നത്, കേരള വിഷൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡിങ്ങും ഇതും ഇടയ്ക്ക് വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജിയോ ഫൈബർ നെറ്റ് വന്നത്. അപ്പോൾ ഇതെന്തായാലും ആൾക്കാർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടെ ജിയോ ഫൈബർ എങ്ങനെയുണ്ടെന്ന്. സോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെ ഒരു ചലഞ്ച് വ്ളോഗ് ഉണ്ടാവും കേട്ടോ. ചലഞ്ച് വ്ളോഗ് നാളെ 6 മണിക്ക്, നമ്മൾ എല്ലാ ദിവസവും വീഡിയോ 6 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും കാണുന്നവരുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, 6 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാർ ഹണ്ട് വീഡിയോസ് പുതിയ കാർ വേറെ എന്തെങ്കിലും നോക്കട്ടെ കേട്ടോ. ഡിസൈറിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ജിയോ ഫൈബറിൻ്റെ കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നാളെ കൃത്യം 6 മണിക്ക് കാണാം. ബൈ.